എനിക്ക് പറ്റിയത് കലിപ്പനാണ്. ഞാൻ കലിപ്പന്റെ കാന്താരിയാവാൻ പറ്റുമോ? വലിയ മാളിൻ്റെ അകത്തെ ഉള്ള ഹോട്ടൽ മുറിയിലേക്ക് ആ ക്രൈം നടന്ന, ആ കുറ്റകൃത്യം നടന്ന, പീഡനം നടന്ന മുറിയിലേക്ക്, ഹോട്ടൽ മുറിയിലേക്ക് തെളിവെടുപ്പിനായി വലിയ പോലീസിൻ്റെ ബന്ദോബസ്തിൽ രാഹുലിനെ ഭാഗ്യമുള്ളവൻ. അതെ, ഇത്ര ബോൾഡ് ആയിട്ടുള്ള ഒരു പെണ്ണിന് വേറെ എവിടുന്ന് കിട്ടാനാ? ബോൾഡായ പെൺകുട്ടികളെ രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. അപ്പൊ ഇന്ന് രാവിലെ തെളിവെടുപ്പും കാര്യങ്ങളുമായിട്ട് ഹോട്ടലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ പിന്നെ പ്രതിഷേധവും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്തായാലും നമ്മുടെ അണ്ണന്മാർക്ക് എന്താ പറയണ്ടേ, ഉറക്കം എഴുന്നേറ്റ് കാണത്തില്ലെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ നല്ല ക്ഷീണമൊക്കെ ഉള്ളതല്ലേ. ഓക്കെ, എന്നാലും നമുക്ക് കാര്യത്തിലോട്ടൊക്കെ കടന്നു വരാം. ഇന്നലെ പിന്നെ റിനിയുടെ ഒരു വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീ എങ്ങനെ ആവരുത് എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അവരുടെ വീഡിയോ കാണുമ്പോൾ. എനിക്ക് അവരുടെ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര നെഗറ്റീവാണ് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി ഭയങ്കര നെഗറ്റീവ്. ഓക്കെ, പിന്നെ ഇന്നത്തെ ന്യൂസ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യം പറയാം. റിനിയുടെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. പിന്നെ നാട്ടുകാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് അറിയിച്ചു തരാം. ഇവിടെ ശബരിമല വിഷയത്തെക്കുറിച്ച് മറന്നിട്ടുണ്ട്. ദേവി, ഇത് കാണുന്ന ജനങ്ങളുടെ മനസ്സിലായി. ഇത് കാണുന്ന ഓരോ വ്യക്തികളും ഞാൻ തൊഴുത് നിങ്ങളോട് പറയാം, ഇത് കാണുമ്പോൾ നിങ്ങൾ അയ്യപ്പന്റെ കാര്യം ഒന്ന് ഓർത്തേക്കണേ. ഇത് നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് ഈ വീഡിയോസ് ഒക്കെ കാണുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ വയനാടാവാം, കോഴിക്കോട്, കാസർഗോഡ്, കോട്ടയം, അവിടെ ഇവിടെ എല്ലാം ഏത് സ്ഥലത്തു നിന്നാണ് ഓരോ വ്യക്തികൾ കാണുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അടുത്ത വെട്ടം. നിങ്ങളിപ്പോൾ ഏത് പാർട്ടിക്കാരും ആയിക്കോട്ടെ, ഈ ഒരു പാർട്ടിക്ക് മാത്രം വോട്ട് കൊടുക്കരുത്. ഏത് പാർട്ടിക്ക്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കരുത്. അത്ര എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരു ഭരണത്തിനൊരു മാറ്റം വേണം. നമ്മുടെ നാടിന് ഒരു നല്ലൊരു മാറ്റം വേണം. ഇല്ലെങ്കിൽ നമ്മൾ അടിമ പോലെ ഇങ്ങനെ നടക്കും. ശബരിമല വിഷയത്തിനെ കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല, അറിയാലോ. ഇവിടെ ഒരു MLA ചോദ്യം ചെയ്തു. ആ MLAയുടെ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി പല രീതിയിൽ ന്യൂസ് വളച്ചൊടിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആന്റണി ജട്ടിയുടെ കേസ് കേട്ട് അത് വളച്ചൊടിക്കപ്പെടുന്നുണ്ട്. പിന്നെ ശബരിമലയുടെ വിഷയങ്ങൾ അത് മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ ഓരോ കേസുകൾ. പിന്നെ ഓട്ടോക്കാരുടെ തന്നെ ഇവരുടെ കുറച്ച് ഇതുണ്ടായിരുന്നു, 3-4 വർഷം തൊട്ടുള്ള 60 രൂപ, അതിനെല്ലാം കൂടെ 535 കോടി രൂപയുടെ നഷ്ടം. അല്ല, നഷ്ടമെന്നല്ല, 535 കോടി രൂപ കാണുന്നില്ല, അത് ഈ സർക്കാർ മുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ മുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇവിടുത്തെ ജനങ്ങൾ അറിയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഈച്ച പോലും യഥാർത്ഥ സത്യാവസ്ഥ അറിയുന്നില്ല. പിന്നെ മലമ്പുഴ അവിടെ തോന്നുന്നു, ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു ന്യൂസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടിയെ പീഡിപ്പിച്ചത്, കുട്ടിയുടെ ന്യൂഡ് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചത്. അതിനെക്കുറിച്ചൊന്നും ഇവിടെ കേരളത്തിൽ ഒരു മനുഷ്യർ ചർച്ച ചെയ്തിട്ടില്ല. ഇവിടെ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കും, സ്ത്രീകൾക്ക് ഇവിടെ സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെ എല്ലാം എന്തുവാ, രാഹുൽ മാങ്കൂട്ടം അത് ഇത് മറ്റേത് മറിച്ചതെന്നും പറഞ്ഞ് ന്യൂസുകാരെല്ലാം പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട് പോകുന്നത് നിങ്ങൾക്കറിയാവോ? ട്രെൻഡിങ് ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് വ്യൂസും പൈസയും കാര്യങ്ങളും കിട്ടുകയൊക്കെ ചെയ്യും. നമുക്കും അതൊക്കെ തന്നെയാണ്. അത് വേറെ കാര്യങ്ങളുള്ള പോലെ തുറന്ന് പറയുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ വേറെ വിഷയങ്ങളും ഉണ്ട്. ഇപ്പോൾ ഫാമിലി വ്ളോഗ് അത് ഇതൊക്കെ കുറേ കിടപ്പുണ്ട്. പക്ഷെ ഞാൻ പണ്ട് തൊട്ടേ ആരും രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഈ യൂട്യൂബേഴ്സിന്റെ കൂട്ടത്തിൽ അങ്ങനെ ആൾക്കാരൊന്നും വലുതായിട്ട് എടുത്ത് കണ്ടിട്ടില്ല. ഞാനായിരുന്നു ആദ്യം എടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈ പറയുന്ന 2-3 യൂട്യൂബേഴ്സ് സംസാരിക്കുന്നുണ്ട്, ഡെയിലി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ രാഹുലിന്റെ വിഷയം ഇല്ലെങ്കിൽ പോലും ഞാൻ ഓരോ കാര്യങ്ങൾ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഓരോ വിഷയങ്ങളാണെങ്കിൽ പോലും. ഇപ്പം ഇവിടെ പല കേസ് കെട്ടുകൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. നമ്മളിത് വന്ന് സംസാരിക്കുന്നത് ഇവിടുത്തെ കേസ്, ഇപ്പം ശബരിമല വിഷയം വിടുവാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതിങ്ങനെയാണ് മറ്റാണ്. ഇപ്പം ന്യൂസിൽ ഇതൊന്നും വരത്തില്ല. ആൾക്കാരുടെ ശ്രദ്ധ ഇവിടെ തിരിയിപ്പിക്കാൻ വേണ്ടി ഈ ഒരു പാർട്ടി കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങൾ അത് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടെത്തിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് റിനിയുടെ ആ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ചുതരാം. ഇന്നലത്തെ ഒരു വീഡിയോ ഒരെണ്ണം വെക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കറക്റ്റ് കമന്റ് കൊടുക്കുക. ജസ്റ്റിസ് ഫോർ രാഹുൽ മാങ്കൂട്ട് എന്ന് കമന്റ് കൊടുക്കുക. രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എൻ്റെ ചാനൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചാൽ മാത്രം മതി. ഈ ഒരു വീഡിയോയ്ക്ക് രാഹുലിനെ ഇഷ്ടപ്പെടുന്നുള്ളവർ മാത്രം ലൈക്ക് അടിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക. ഓക്കെ, ഒന്ന് ചാനൽ സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക. എനിക്ക് പറ്റിയത് കലിപ്പനാണ്. ഞാൻ കലിപ്പന്റെ കാന്താരിയാവാൻ പറ്റുമോ? ശരിക്കും കല്യാണത്തിന് പിക്കളൊക്കെ വന്നിങ്ങനെ എടുക്കണ്ടേ? അതാണ് ചേച്ചിക്ക് വേണ്ടത്. അത്യാവശ്യം ഫെയിമും കാര്യങ്ങളൊക്കെ വേണം. ഒരു നടിയാന്ന് പറയുന്നുണ്ട്, ഏത് പടത്തിൽ അഭിനയിച്ചു, പക്രുവിന്റെ ഒരു പടത്തിൽ മാത്രം അങ്ങോട്ട് ഒരു മുഖം മാത്രം കാണിച്ചിട്ടുണ്ട്, അത് മാത്രം നമുക്കറിയാം. അവർക്ക് ഫെയിം വേണം. ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പച്ചയ്ക്ക് പറയാൻ പോലും ധൈര്യം കാണിക്കാത്ത ഒരു സ്ത്രീയാണ് ഇവര്. എന്നിട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു നടക്കുന്നത്. പിന്നെ ഈ അടുത്ത സമയത്താണെങ്കിലും വന്നിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീക്കിനി, അതായത് പുരുഷന്മാർക്കൊരു ഇതിട്ടുകൊണ്ട് കടലിൽ ഇറങ്ങെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഇറങ്ങിക്കൂടാം, ഇതൊക്കെ നോർമലായിട്ട് കാണണം എന്നുള്ള രീതിയിലൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ നേരത്തെ വെച്ചതാണ്. അത് ഇതൊക്കെ വന്ന് പറയുമ്പോൾ ആൾക്കാർ
നെഗറ്റീവായിട്ട് എടുക്കത്തുള്ളൂ. ആൾക്കാർക്ക് മനസ്സിലാവും ഈ ഒരു വ്യക്തി എന്താണ്. സത്യം ഈ ഒരു വീഡിയോ കാണാൻ പോലും നമുക്കൊരു പുച്ഛം പോലെയായിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ ഈ കലിപ്പന്റെ കാന്തരെ ഉദ്ദേശിക്കുന്ന രാഹുലിനെ ഉദ്ദേശിച്ച് മാത്രം സംസാരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബീക്കിനിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാൽ പിന്നെ ഓക്കെ, നിങ്ങൾ നോർമലായിട്ട് അങ്ങനെ നടക്കും, നിങ്ങളെന്നാ മാതൃകയാകും. ഇങ്ങനെ കുറെ നാറിയ ആൾക്കാരുണ്ട്, ഉള്ള കാര്യം തുറന്നു പറയില്ല. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കെതിരെയായിരിക്കും കേസും കാര്യങ്ങളായിട്ട് വരികയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇവര് പറയുന്നത് ബാക്കി വെക്കാം. ഞാൻ ആലോചിക്കുന്ന ഏതായിരിക്കും ഹതഭാഗ്യുന്നത്, ഭാഗ്യമില്ലാത്തവൻ, ഭാഗ്യമുള്ളവൻ. അതെ, ഇത്ര ബോൾഡ് ആയിട്ടുള്ള ഒരു പെണ്ണിന് വേറെ എവിടുന്ന് കിട്ടാനാണ്. ബോൾഡായ പെൺകുട്ടികളെ ഇഷ്ടമാണ്. പിന്നെ എന്താ, ഞാൻ വിചാരിച്ചു ഇഷ്ടമല്ലോ. എനിക്ക് പറ്റിയത് ഇപ്പൊ കലിപ്പനാണ്. ഞാനൊരു കലിപ്പന്റെ കാന്താരി ആവാൻ പറ്റുമെന്ന് സംഭവം അടിപൊളി. ഈ മുടിമത്ത് ഒറിജിനലാണോ അതോ എന്ത് തോന്നുന്നു? കലിപ്പന്റെ കാന്താരി ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെ കുറിച്ച്. ജനങ്ങള് അത് മതി, ജനങ്ങൾക്ക് മനസ്സിലായാൽ മതി സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ. വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ആലോചിച്ചോ, അമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ, ഒരു പെണ്ണ് വിചാരിച്ചാൽ തീരാന്നേ ഉള്ളൂ നമ്മൾ പല ആണുങ്ങളെയും കാര്യങ്ങൾ. എങ്ങനെ പോയാലും ആവശ്യമില്ലാത്ത നെഗറ്റീവുകൾ. കാരണം ഓക്കെ, ഒരുത്തൻ നല്ലതായിട്ട് പോവുകയാണെങ്കിൽ അവൻ എന്നെ പീഡിപ്പിച്ചെന്നും പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവനെ വീട്ടിൽ വന്ന് പോലീസ് പുല്ല് പോലെ പൊക്കിക്കൊണ്ടുപോകും. പൊക്കിപ്പോയി കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5, 6 വർഷം കഴിഞ്ഞിട്ട് അവൻ നിരപരാധി എന്ന് പറയുമ്പോൾ അവന്റെ പാതി ആയുസ് അവിടെ പോകുന്നത്. ഇതൊന്നും ഇവിടുത്തെ ആൾക്കാരൊന്നും ചർച്ച ചെയ്യത്തില്ല. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ചില പെൺകുട്ടികളോട് അച്ഛ അവൻ എന്നെ ശല്യം ചെയ്തു, അച്ഛ എന്നെ ഇത് ചെയ്തു. ഓക്കെ, ചിലപ്പോൾ അവർ നേരത്തെ പ്രണയത്തിലായിരിക്കാം, ചിലപ്പോൾ അവർ ബ്രേക്കപ്പ് ആവും. ആ ഒരു സിറ്റുവേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോൾ എന്താ പറയട്ടെ, പിന്നെ ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി ചില ആൾക്കാരൊക്കെ ചെല്ലാറുണ്ടായിരുന്നു. അങ്ങനെ ചിലപ്പോൾ പെൺകുട്ടി എന്തെടുക്കുമെന്ന് അറിയോ, ഇവൻ എങ്ങനെയെങ്കിലും നൈസായിട്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് വേറെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവസാനം എന്തെടുക്കും, കൊണ്ടുപോയി കേസും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പീഡിപ്പിച്ചു എന്ന് പറയുകയും ചെയ്ത് അവന്റെ ഭാവി പോവുകയും ചെയ്യും. അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി വരുമ്പോൾ വർഷങ്ങളാവും. നമ്മുടെ നാട്ടുകാർ അപ്പോഴത്തേക്ക് തന്നെ ലോകം മൊത്തം അറിയിക്കും, ഇന്ന കുടുംബത്തിലെ ചെറുക്കൻ ഇന്ന പോലെ തോന്നിവാസങ്ങൾ കാണിച്ചു, അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു, നാളെ അവനൊരു ജീവിതം ഉണ്ടോ ഒന്നും ഇവിടുത്തെ ആൾക്കാർ ചിന്തിക്കാറൊന്നുമില്ല. ഒരു പെണ്ണ് വന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് പറഞ്ഞാൽ തീരാന്നേ ഉള്ളൂ നമ്മുടെ ആണുങ്ങളുടെ കാര്യങ്ങൾ. ഇപ്പൊ മെൻസ് അസോസിയേഷൻ വന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നാട്ടിലെ പല കാര്യങ്ങളും എന്താ പറയണ്ടേ, ഇപ്പൊ ഒരു പരമാവധി ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകണേ എത്രയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് വെച്ച് തരാം. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാവിലത്തെയാണ്. ഇപ്പോൾ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായുള്ള വാഹനം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊപ്പം രഘുനാഥ് നാരായണൻ കൂടി ചേരുന്നുണ്ട്. രഘുനാഥ്, ആ വാഹനം അവിടേക്ക് എത്തിച്ചേരാറായി. ഏതാനും മിനിറ്റുകൾക്കകം രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള അന്വേഷണ സംഘത്തിന്റെ വാഹനം ക്ലബ് 7-ലേക്ക് എത്തും. അതെ, എനിക്കിവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മുടെ ക്യാമറയിലേക്ക് ഒരു 2 സെക്കൻഡിനകം ആ വാഹനത്തിന് ദൃശ്യങ്ങൾ കാണുന്നു. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള വാഹന വ്യൂഹം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിലേക്ക് രാഹുലിൻ്റെ വഹിച്ചുകൊണ്ടുള്ള പോലീസിൻ്റെ വാഹനം ക്ലബ് 7 ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. രാഹുലിനോടൊപ്പം ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങ് ദൂരെ ആ ബസ്സിനോടൊപ്പം വരുന്ന വലിയ വാനിലാണ് രാഹുൽ ഉള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടി രാഹുലിനെ ഇവിടെ ക്ലബ് 7 ആ ക്രൈം നടന്നു എന്നുള്ള, ആ കുറ്റകൃത്യം നടന്നു എന്നുള്ള, ലൈംഗിക പീഡനം നടന്നു എന്നുള്ള ആ ഹോട്ടലിലേക്ക് രാഹുലിനെ എത്തിക്കുകയാണ്. ഈ ക്ലബ് 7 അതായത് തിരുവല്ല MC റോഡിൻ്റെ വശത്താണ് ഈ ക്ലബ് 7 ഇപ്പോൾ ഈ രാഹുലിനോടൊപ്പം ഉണ്ടായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വലിയ പോലീസ് സന്നാഹമുണ്ട്. DYSP അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്. ക്രൈംബ്രാഞ്ച് DYSP ഉണ്ട്. ലോക്കലി ഇവിടെ സാധാരണ നിലയിൽ തിരുവല്ലയിലെ DYSPമാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. രാഹുലിനെ അല്പസമയത്തിനകം വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ രാഹുൽ ഈ കേസിൽ അറസ്റ്റിലായതിനു ശേഷം ഏതെങ്കിലും രീതിയിൽ രാഹുലിനെതിരെ ഒരു സ്ഥലത്ത് കൊണ്ടുവരുമ്പോൾ പ്രതിഷേധം ഉണ്ടാകാതിരുന്ന ആദ്യത്തെ ഇടം ഒരുപക്ഷെ ഈ ഹോട്ടലായിരിക്കാം. കാരണം നമ്മൾ കണ്ടതാണ്, രാഹുലിനെ എവിടേക്കോ കൊണ്ടുവരുന്നോ അവിടെയെല്ലാം വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം DYFI അല്ലെങ്കിൽ LDF NDA പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. ഏതായാലും അങ്ങനെ ഈ പുലർച്ചെ ആയതുകൊണ്ടായാലും നേരം പകൽ വെളിച്ചം വീണിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പണിയെടുത്തുള്ള കാര്യങ്ങളൊന്നും ഇവിടുത്തെ DYFIക്കാരൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അവർക്ക് തന്നെ അറിയാം ഇത് നാണക്കെട്ട ഒരു കേസ് കേട്ടാണെന്ന്. സത്യം പറഞ്ഞാൽ DYFIക്കാർക്കും SFIക്കാർക്കും അറിയാം ഇതൊരു നാണക്കെട്ട കേസ് കേട്ടാനാണെന്ന്. ഏത് നാണക്കെട്ട എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലുള്ളവന്മാർ, ഇവരുടെ അവിടെയൊക്കെ കൂട്ടത്തിലുള്ളവന്മാരെ, അമ്മയും പെങ്ങളെ തിരിച്ചറിയാത്തവന്മാരൊക്കെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അമ്മയും പെങ്ങളെ തിരിച്ചറിയാത്തവരെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന് ഇവന്മാർക്ക് നല്ല രീതിയിൽ അറിയാം. ആ അവന്മാരെ സംരക്ഷിച്ചിട്ട് ആണ് ഇപ്പൊ ഈ പറഞ്ഞ രാഹുലിന്റെ അവിടെയൊക്കെ നടക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് തന്നെ ഉൾപ്പില്ലേന്ന്. അത് ഇവന്മാർക്ക് അറിയാം, ഉളുപ്പില്ല. എന്നാലും പിന്നെ എന്ത് ചെയ്യാനാ, പാർട്ടിയുടെ തീരുമാനമല്ലേ. പാർട്ടി ചക്ക എന്ന് പറഞ്ഞാൽ ചക്ക തന്നെ. മാങ്ങ കാണിച്ചിട്ട് ചക്കയാന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന കുറെ മണ്ടന്മാരുണ്ട്. കാരണം അതാണ് അവരുടെ നിലപാട്. ആ കാര്യത്തിൽ അവരുടെ നിലപാട് നമുക്ക് ഉറപ്പിച്ചു കൊടുക്കാം. കാരണം എന്ത് മണ്ടത്തരം വിളിച്ച് കാണിച്ചാലും ട്രംപിന്റെ കാര്യം നിങ്ങൾ കണ്ടാണല്ലോ ഇടയ്ക്ക്. ആ അവസ്ഥ മനസ്സിലായല്ലോ. അതാണ് ഇവര്
ഞാൻ എല്ലാവരും ഒന്നുമില്ല പറയുന്നത്. നല്ല നല്ല DYFIക്കാരൊക്കെ ഉണ്ട്, SFIക്കാരൊക്കെ ഉണ്ട്, നല്ല ആൾക്കാരുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഭരിക്കുന്ന ഇവന്മാരായി പോയില്ലേ. പിന്നെ അതുപോലെ തന്നെ BJPയുടെ കാര്യം പറയാനും കൂടെ വിട്ടുപോയി. BJPയുടെ കാര്യം പറയാന്ന് വെച്ചാൽ രാഹുൽ പാലക്കാട് നിന്നാൽ സ്വതന്ത്രനായിട്ട് നിന്നാലും ഇവന്മാർക്ക് തലവേദനയാണ്. കാരണം അവർക്ക് അവിടെ പ്രതീക്ഷയുള്ളൊരു സ്ഥലമാണ്. അത് എങ്ങനെയെങ്കിലും അവർ പിടിച്ചെടുക്കാനേ അവർ നോക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ BJPയും നല്ല രീതിയിൽ ഗെയിം കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്ക് വെക്കാം. പിന്നെ നാട്ടുകാരുടെ അഭിപ്രായമുണ്ട്, അതും നമുക്ക് വെക്കാം. ഓക്കെ, വീഡിയോ കൂടുതൽ ലെന്തായി പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഞാനത് വെക്കത്തില്ല. അടുത്ത വീഡിയോ എല്ലാം ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, അതെല്ലാം നമുക്ക് ബാക്കി കൂടെ വെക്കാം. ഇത്ര നേരത്തെ ഇത്തരത്തിൽ ഇതിന് കൊണ്ടുവരുമോ എന്ന് അറിയുന്നതിലായിരിക്കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകാതിരുന്നത്. വലിയ രീതിയിൽ രാഹുൽ പലതവണ നമ്മൾ മാധ്യമപ്രവർത്തകർ എല്ലായിടത്തും എത്തുമ്പോൾ ചോദിക്കാറുണ്ട്, രാഹുൽ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കാനുണ്ട്. ഒന്നും രാഹുൽ സംസാരിക്കാറില്ല. മറിച്ച് ഒരു നല്ല ചിരി, ഏതെങ്കിലും രീതിയിലുള്ളൊരു ക്രൈമിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രതിയുടെ ഭാഗത്ത് നിന്ന് സാധാരണ നിലയിൽ ഉണ്ടാകാത്ത ഒരു ചിരി. കാരണം നമ്മൾ വ്യക്തിപരമായി രാഹുലിനോട് സംസാരിച്ചു, ഒരു തെറ്റും ചെയ്തിട്ടില്ല. മുൻപ് രാഹുൽ പലതരം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ നിലവിൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ നിയമവ്യവസ്ഥ പ്രകാരം തെറ്റായ ഒരു കാര്യവും തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വലിയ കോൺഫിഡൻസ് ആണ് രാഹുലിന് എപ്പോഴും ഉള്ളത്. ഇന്നലെ കോടതി മുറിയിലും അതുതന്നെയാണുള്ളത്. ഇന്ന് ഈ പുലർച്ചെ നമുക്ക് അത് കാണാൻ വേണ്ടി സാധിക്കാം. വലിയ പോലീസ് സന്നാഹമാണ്, ഷീൽഡ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ രാഹുലിന് ഒരു സംരക്ഷണത്തിന് വേണ്ടി പോലീസ് ഒരുക്കുന്നുണ്ട്. കാരണം ഇന്നലെ കോടതിയിൽ വെച്ച് ചീമുട്ടയേറെ രാഹുലിന് നേരെ ഉണ്ടായിരുന്നുണ്ട്. രാഹുൽ ആയതുകൊണ്ട് മാത്രമേ ഏതെങ്കിലും രീതിയിലൊരു പ്രതി പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ആക്രമിക്കപ്പെടുക അല്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു ഇത്തരത്തിൽ ചീമുട്ടയൊക്കെ അയാളുടെ ദേഹത്ത് വന്ന് വീഴുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജോലിക്ക് മോശം വരുന്ന ഒരു രീതിയാണ്. അതുകൊണ്ടാണ് രാഹുലിന് വലിയ രീതിയിലുള്ളൊരു സംരക്ഷണം പോലീസ് ഒരുക്കുന്നത്. നമ്മൾ ഇന്നലെ കോടതിയിൽ നിന്ന് ഇറക്കിയപ്പോൾ രാഹുലിന് വേണ്ടി നല്ല സംരക്ഷണവും കാര്യങ്ങളും ഇറക്കിയേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് ഇവിടുത്തെ ഗവൺമെന്റിന് പിന്നെയും പ്രശ്നം വരത്തുള്ളൂ. അന്ന് തന്നെ ഈ പറയുന്ന DYFI SFIയും കാര്യം കൂടെ കടന്ന് ഭയങ്കര പ്രതിഷേധം. പോലീസിന്റെ ഒരു വീഴ്ച പറ്റി രാഹുലിന് എന്തെങ്കിലും അടിക്കോ തലയ്ക്കോ ഉയരോ കിട്ടി കഴിഞ്ഞാൽ അതുൾപ്പെടെ ഈ പാർട്ടിക്ക് പണി കിട്ടത്തേ ഉള്ളൂ. കാരണം എന്താ, ഇവിടെ പറിച്ചു വിടുന്നത് ആരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെ ഈ സമരം ഉണ്ടാക്കുന്നത്. ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ രാഹുലിനെ അടിക്കോ വല്ലതും ചെയ്ത് അവന് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സർക്കാരിന്റെ സമാധാനം പോകും. അപ്പൊ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങ് ഞെളിഞ്ഞ് നിന്നാലും രണ്ടെണ്ണം കൊണ്ടാലും കുഴപ്പമില്ലെന്നേ പറയത്തുള്ളൂ. അവിടെ നാണം കെടാൻ പോകുന്നത് ഈ ഒരു പാർട്ടിയാണ്. കാരണം ഗണേഷ്, മുകേഷ്, ശശി ഇങ്ങനെയുള്ള കുറെ നാറികൾ ഉണ്ടായിട്ട് പോലും ഇവരൊക്കെ സപ്പോർട്ടും വാലും ഒക്കെ വെച്ച് കൊടുക്കുന്ന ഈ പാർട്ടിക്ക് എന്ത് യോഗ്യതയുണ്ട്? രാഹുലിനെ പോലെ ഒരു വ്യക്തി ഇങ്ങനെ ഇത് ചെയ്യാനാ എന്ത് യോഗ്യതയുണ്ട്? ഞാൻ പറയും, രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ്. പരസ്പര സമ്മതത്തോടെ എന്താ പറയണ്ടേ, മുകേഷിനെതിരെ സംസാരിച്ച ഓരോ വാക്കുകൾ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഓരോ സ്ത്രീകളും. പിന്നെ ഇവരുടെ വോയിസ് കാര്യങ്ങളെല്ലാം ഇതൊക്കെ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഈ പറയുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വരുന്ന ഗണേഷിന്റെ കാര്യത്തിലാണ്. അടി കിട്ടി കൊണ്ടാറ ഉണങ്ങി വിട്ട്, എന്നിട്ട് സ്വന്തം അച്ഛൻ വരെ അദ്ദേഹത്തിന്റെ ട്രോളി വിട്ട്. അത്രയൊന്നും വന്നിട്ടില്ലല്ലോ. ഇനിയുള്ള 3-4 മാസം ഈ രാഹുലിന്റെ വിഷയമിട്ട് ഓടിച്ചങ്ങ് ജനങ്ങളെ മണ്ടരാക്കാൻ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ പഴയ കൂട്ടം അരി പപ്പടവും പഞ്ചസാരയൊക്കെ കണ്ടാൽ വീഴുന്ന ടൈപ്പാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അത് തെറ്റി. ഈ പഞ്ചായത്ത് ഇലക്ഷൻ വന്ന സമയത്ത് ഓരോരുത്തർക്കും അത് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഓരോരുത്തർക്കും. ഇനി എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ LDF സർക്കാർ വരാൻ പാടില്ല, അത്രേ ഞാൻ പറയത്തുള്ളൂ. ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ പോലും ജനങ്ങളെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ പോലും നിങ്ങൾ വോട്ട് മാറ്റി കുത്തുക. എന്റെ അഭിപ്രായം ഞാൻ പറയണേ. ഇല്ലെങ്കിൽ ഇന്ന് ശബരിമല കൊള്ളയടിച്ച പോലെ നാളെ നമ്മളും ഇല്ലാണ്ടായി പോകും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. നാളെ നമ്മളും ഇല്ലാണ്ടായി പോകും. പണ്ട് മുതൽ ഇവന്മാർ കാണിക്കുന്ന തോന്നിവാസങ്ങളെല്ലാം മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ആക്റ്റീവാണ്, റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ന്യൂസുകാരെ പൊക്കുന്നതിന് മുമ്പ് പഴയതും പുതിയതും ഒക്കെ പൊക്കിക്കൊണ്ടെടുക്കാനുള്ള ഇപ്പോഴത്തെ യൂത്ത് പിള്ളേരുണ്ട് നമ്മുടെ കൂടെ. അവന്മാർ തൂക്കിയെടുത്തുകൊണ്ട് വരുന്നതുകൊണ്ട് കുറെ സത്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ എന്തോ ഏതെങ്കിലും ഒരു ചായക്കടയിൽ പോയിരുന്നിട്ട് അവിടുത്തെ എന്തെങ്കിലും 4 വർത്താനം കേട്ടിട്ട് അത് വന്നിട്ട് 10 ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ശീലം, ആ ഒരു രീതി ആയിപ്പോവും. അതൊക്കെ മാറിപ്പോകണം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. മണ്ടരാവരുത്. മണ്ടരായിട്ട് ജീവിച്ച ജീവിതകാലം മുഴുവനെയും മണ്ടരായിട്ട് നിൽക്കും നമ്മൾ പിന്നെ അമിതമായിട്ട്, ഞാൻ പഠിച്ചൊരു കാര്യമാണ്, അമിതമായിട്ട് ഒന്നിനെ വിശ്വസിക്കരുത്. അത് നമുക്ക് തന്നെ ഏറ്റവും വലിയ അടിയായിപ്പോൾ. അമിതമായിട്ട് ആരെയും സ്നേഹിക്കുകയും ചെയ്യും. ചീമുട്ടയൊക്കെ ഏറുണ്ടായി. നിലവിൽ അങ്ങനെ ഒരു പ്രതിഷേധം. രാഹുൽ എന്തെങ്കിലും പറയാനുണ്ടോ? രാഹുൽ അവിടെ നിന്ന് ഈ ക്ലബ് 7 എന്നുള്ള വലിയ മാളിൻ്റെ അകത്തെ ഉള്ള ഹോട്ടൽ മുറിയിലേക്ക് കുറ്റകൃത്യം നടന്ന പീഡനം നടന്ന മുറിയിലേക്ക്, ഹോട്ടൽ മുറിയിലേക്ക് തെളിവെടുപ്പിനായി വലിയ പോലീസിൻ്റെ ബന്ദോബസ്തിൽ രാഹുലിനെ ഒരു മാളിനകത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി അന്വേഷണ സംഘം ഇതാ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലേക്ക് കയറുകയാണ്. നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ചിരിച്ച മുഖവുമായി തന്നെയാണ് അന്വേഷണത്തിന്റെ ആദ്യ പരാതി രാഹുലിനെതിരെ ഉയർന്നു വന്ന ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു രാഹുലിന്റെ മുഖഭാവം, അതുതന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഹൂ കെയേഴ്സ് എന്നുള്ള മുഖഭാവം
ഇതൊന്നും കൂസില്ല എന്നുള്ള മുഖഭാവം തിരിച്ചുകൊണ്ടാണ് രാഹുൽ ക്ലബ് 7 ഹോട്ടലിനുള്ളിലേക്ക് അന്വേഷണ സംഘത്തിനൊപ്പം കയറി പോകുന്നത്. വലിയ പോലീസ് സന്നാഹമുണ്ട്, നിരവധി പോലീസുകാർ അവിടെയുണ്ട്. ഒരു പ്രതിഷേധ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇത്രയധികം പോലീസിനെ വിന്യസിച്ചിട്ടുള്ളത്. രാഹുലുമായി ക്ലബ് 7 ഹോട്ടലിലേക്ക് അന്വേഷണ സംഘം കയറിയിരിക്കുകയാണ്. നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. തെളിവെടുപ്പിനായാണ് ഇപ്പോൾ ക്ലബ് 7 ഹോട്ടലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ അതിജീവിതയുടെ പരാതിയിൽ പറയുന്നത് ക്ലബ് 7 ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം നടന്നു എന്നുള്ളതാണ്. ആ തെളിവ് ശേഖരണത്തിനായിട്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്ലബ് 7 ഹോട്ടലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. രഘു, ഇതാ രാഹുലുമായി അന്വേഷണ സംഘം ഹോട്ടലിനുള്ളിലേക്ക് കയറിയല്ലേ? അതെ, രാഹുലുമായി അന്വേഷണ സംഘം ഹോട്ടലിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. പ്രധാനമായും രാഹുലിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ, എനിക്ക് തോന്നുന്നു അഭയലാൽ എന്നോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് രാഹുൽ ഈ കുട്ടിയോട് ഈ ഹോട്ടലിലേക്ക് വരാനാണോ പറഞ്ഞത്, അതോ ആ കുട്ടി സ്വയം എത്തിയതാണോ? അതായത് പരാതിയുടെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ബോധപൂർവം, അതായത് ഭാവിയിൽ ഒരു കേസ് ഉണ്ടായാൽ അത് തനിക്ക് അനുകൂലമാകാം, അതിനുവേണ്ടി വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ആസൂത്രണം ഈ മുറി ബുക്ക് ചെയ്തതിലടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പരാതിക്കാരിയായിട്ടുള്ള ആളാണ് ഇവിടെ ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്യുകയും അതിൻ്റെ പണം അടയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. ചുരുക്കത്തിൽ കേസാവുകയും പിന്നീട് അത് നിയമ നടപടിയിലേക്ക് പോയി കോടതി വിചാരണയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഈ മുറിയിൽ എത്തിച്ച് തന്നെ പീഡിപ്പിച്ചു എന്ന് പരാതിക്കാരി പറഞ്ഞാൽ പോലും രാഹുലിന് അനുകൂലമായി മാറുന്ന ഘടകം എന്നുള്ളത് പരാതിക്കാരി എടുത്ത മുറിയാണ്. പരാതിക്കാരി തന്നെയാണ് അതിൻ്റെ വാടക അടയ്ക്കുകയും ചെയ്തത്. ചുരുക്കത്തിൽ പരാതിക്കാരിയുടെ ഈ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് അവർ പരാതിയിൽ പറയുന്നുവെങ്കിലും നിയമപരമായി അത് നിലനിൽക്കില്ല എന്ന് പ്രതിഭാഗത്തിന് കോടതിയിൽ വാദിക്കാൻ കഴിയുന്നതിനുള്ള തെളിവ് അദ്ദേഹം വളരെ മുൻകൂട്ടി തന്നെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ പരാതിക്കാരി, എനിക്ക് തോന്നുന്നു, ഇവിടെ വന്ന് ഹോട്ടലിലായിരുന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രാഹുലാണ് പറയുന്നത് താനൊരു സെലിബ്രിറ്റിയാണ്, അതുകൊണ്ട് ആളുകളൊക്കെ തിരിച്ചറിയും, അതുകൊണ്ട് ഒരു മുറി ഉണ്ടാക്കി എന്നുള്ള രീതിയിലല്ല, വീട്ടിലെ പ്രശ്നം പരിഹരിക്കാനാന്നും പറഞ്ഞിട്ട് ഹോട്ടൽ റൂം എടുക്കുകയും ചെയ്ത്. നിങ്ങളിത് ചിന്തിക്കണം. എല്ലാം പരസ്പര സമ്മതത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്ത് കൂട്ടിയിട്ട് ഒരാൾ ഒരു വട്ടേ പീഡിപ്പിക്കൂ, 1, 2, 3 വട്ടം പീഡിപ്പിക്കില്ല. പീഡിപ്പിച്ചൊരുത്തിന് വേണ്ടി ഫ്ലാറ്റ് സോപ്പ്, ചീപ്പ്, മരുന്ന്, മെഡിസിൻ, അത് ഇത് ചെരുപ്പിന് 10,000 ലക്ഷങ്ങൾ കോടികളുടെയൊക്കെ ബിസിനസ് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് പരസ്പര സമ്മതത്തോടുള്ള ഓരോ കാര്യങ്ങളാണ്. എടേ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ആണുങ്ങളെ കുറ്റം പറയുന്നുണ്ട്, ഇവറ്റകൾ കാണിക്കുന്നയോ ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിലും കാണുന്ന ആരോടാണെങ്കിലും എനിക്ക് എന്താ പറയാനുള്ളത്, അന്നേരത്തെ ഒരു സുഖത്തിന് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. നാളെ നമ്മുടെ ഇടയിലാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പെണ്ണുങ്ങൾ വന്നിട്ട് ഞാൻ നിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന എടുത്ത് നീ എന്നെ കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ തീർന്നു, ഒന്നുമില്ല. സപ്പോസ് ഒരു റൂം എടുത്തെങ്കിലും ഒന്നും നടന്നില്ലെങ്കിൽ പോലും തീർന്നു എന്ന് പറഞ്ഞാൽ തീർന്നു. അവിടെ എങ്ങനെയാണെങ്കിലും ഒരാൾ റൂം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ CCTV എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്, പോയതും വരുന്നതും എല്ലാ കാര്യങ്ങളും അതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ, കാരണം ഓരോ കേസുകൾ വരുവാണെങ്കിൽ ഇവരെല്ലാം ഹോട്ടലിലും അവിടെ ഇവിടെ ഒക്കെ എങ്ങനെയാണ് പോകുന്നത്, ഇവരെ രജിസ്റ്ററും പേരും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ പറയുമ്പോൾ എല്ലാം കൂടെ പറയണമല്ലോ, കാലത്തിന്റെ ഓരോരോ പോക്കെ. ഓക്കെ, എന്തായാലും നമുക്ക് ഇതെല്ലാം രാഹുലിന്റെ തലയിൽ വെച്ച് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ന്യൂസുകാർ പടച്ചു വിടുന്നത്. എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം. അതെ, സ്വാഭാവികമാണല്ലോ. കാരണം ഒരു 5 വർഷത്തിൽ ഏറെ കാലയളവായി സമൂഹ മാധ്യമങ്ങളിലൂടെ അതോടൊപ്പം ടെലിവിഷൻ ചർച്ചകളിലൂടെ ഒക്കെ തന്നെ സാധാരണക്കാർക്ക് പോലും വളരെ പരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിലെ അവിശ്വസിക്കേണ്ടതില്ല എന്ന് പെൺകുട്ടിക്ക് സ്വാഭാവികമായും തോന്നുകയും ചെയ്യും. കാരണം രാഹുൽ എവിടെ എത്തിയാലും രാഹുലിനെ കാണാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടിയുടെ അനുകൂലികളായിട്ടുള്ള ആളുകൾ തടിച്ചുകൂടുകയും സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നതിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്നു. ഇന്നലെ കോടതി മുറിക്കുള്ളിൽ പോലും ഒരാൾ കടന്നു വന്ന് സെൽഫി എടുക്കാൻ ശ്രമിച്ചപ്പോൾ നിയമവിദഗ്ധരായിട്ടുള്ള ആളുകളും അവരുടെ ഓഫീസ് സ്റ്റാഫും ഒക്കെ അതിനെ തടയുന്ന സ്ഥിതി ഉണ്ടായി. അപ്പം സ്വാഭാവികമാണ്, താൻ ഒരു സെലിബ്രിറ്റിയാണ്, അങ്ങനെ പൊതുജന മധ്യത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയുമായി സംസാരിക്കുകയോ ഇടപഴകുകയോ ചെയ്യുന്നത് കണ്ടാൽ അതിന് മറ്റ് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം എന്ന് അദ്ദേഹം പറഞ്ഞാൽ അതിനെ അവിശ്വസിക്കേണ്ട കാര്യം അന്നുമില്ല ഇന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ മുറിയെടുത്ത് അകത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ തന്നെ കൊണ്ട് മുറി എടുപ്പിച്ച ശേഷം ലൈംഗിക അതിക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നിയമപരമായി തനിക്ക് ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെങ്കിൽ അതിനെ തടയിടാൻ വേണ്ടിയുള്ള ആസൂത്രണം രാഹുൽ വളരെ മുൻപ് തന്നെ ചെയ്തു എന്നുള്ളത് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കും. മാത്രവുമല്ല, ഇതൊരു കേവലമായ ഒരു പരാതി മാത്രമല്ല, സമാന രീതിയിലുള്ള 3 പരാതികൾ രണ്ട് പരാതികൾ കൂടി രാഹുലിനെതിരെ ഉണ്ട്. ഇതിപ്പോൾ 3ാം പരാതിയാണ്. 3ാമത്തെ പരാതിയിലാണ് തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുന്നത്.
രാഹുലിന്റെ ഇപ്പം ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ ഇപ്പം ഏതെങ്കിലും ഒരു യുവതിമാര് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് വെച്ചിട്ട് ഇനി എന്തൊക്കെയാണ് പുതിയ കഥകൾ അടിച്ചു വിടുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട്, രാഹുലിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ വീഡിയോ ഒരുപാട് ലോങ് ആയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായമുള്ള വീഡിയോ ഞാൻ ഇപ്പോൾ ഇവിടെ വെക്കുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. രാഹുലിനെ സപ്പോർട്ട് ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം പരസ്പര സമൂഹത്തോടെ കാണിച്ചതാണ് ഇത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.